ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ നിധി മോളുടെ തുലാഭാരം വീഡിയോയാണ്. അപ്പം അമ്പലപ്പുഴയിൽ നമ്മൾ നടത്തി. അതല്ലാതെ എൻ്റെ അമ്മൂമ്മ, പട്ടാഴിയിലെ അമ്മൂമ്മ, എൻ്റെ അമ്മയുടെ അമ്മ വഴിപാട് നേർന്നിട്ടുണ്ടായിരുന്നു കുഞ്ഞിന് വേണ്ടിയിട്ട്. അമ്മൂമ്മ എല്ലാ കൊച്ചുമക്കൾക്കും അമ്മൂമ്മയുടെ വക ഒരു വഴിപാടുണ്ട് തുലാഭാരം. ഞങ്ങൾക്കെല്ലാം നടത്തി, ദച്ചൂസിനും നടത്തി. ഇപ്പോൾ നിധിമോളുടെയാണ്. അപ്പോൾ പട്ടാഴി ദേവി ക്ഷേത്രത്തിലും അവിടെ തന്നെ പട്ടാഴി വീടിൻ്റെ അടുത്തുള്ള അർദ്ധനാരീശ്വര ക്ഷേത്രത്തിലും ഉണ്ട് തുലാഭാരം. അപ്പോൾ രാവിലെ തന്നെ എല്ലാവരും റെഡിയായി. ഉണ്ണിക്കുട്ടൻ, ദേവൂസ്, സിന്ധു കുഞ്ഞമ്മ, അനിച്ചിറ്റപ്പൻ, അമ്മൂമ്മ, നമ്മുടെ ദച്ചുക്കുട്ടൻ, രാവിലെ ഞങ്ങളെല്ലാവരും സെറ്റായി. അപ്പം പിന്നെ ഒരാളൂടെ ഉണ്ട്, നമ്മുടെ ഉഷാമ്മയ്ക്ക് പട്ടാഴി ദേവി ക്ഷേത്രത്തിൽ ഒരു പൂജ വഴിപാട് സാധനങ്ങളൊക്കെ ഉള്ള കടയുണ്ട്. അപ്പം ഉഷാമ്മ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ശരിക്കും ഞാൻ ഉഷാമ്മ എന്നല്ല വിളിക്കുന്നത് കേട്ടോ, ഉഷക്കുഞ്ഞമ്മ എന്നാ. അതൊരു കൊച്ചിലെ തൊട്ട് അമ്മയും ഞങ്ങളുടെ കുഞ്ഞമ്മമാരും ഒക്കെ അമ്മൂമ്മയുടെ അനിയത്തെ കുഞ്ഞമ്മ എന്ന് വിളിച്ച് ഞാനും ദേവൂസും ഉണ്ണിക്കുട്ടനും ഒക്കെ ശരിക്കും ഉഷക്കുഞ്ഞമ്മ എന്നാണ് പറയുന്നത്. ഇപ്പൊ വീഡിയോയിൽ ഉഷാമ്മ എന്നങ്ങ് പറഞ്ഞതാ, പിന്നെ ഓർത്ത് അങ്ങനെ വേണ്ടാന്ന്. അപ്പൊ അങ്ങനെ പറയുന്നില്ല. നമ്മുടെ ഉഷക്കുഞ്ഞമ്മ അവിടെ തന്നെ ഉണ്ട്, വഴിയെ കാണിക്കാം. അപ്പൊ നമ്മുടെ കുഞ്ഞിനെ മുണ്ടൊക്കെ എടുത്ത് സെറ്റ് ചെയ്യുക. മുണ്ടൊക്കെ എടുത്ത് കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള മുണ്ട് ഉടുപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെ സെറ്റായിട്ടിരിക്കുകയാണ്, എല്ലാവരും വെയിറ്റിംഗ് ആണ്. അപ്പൊ അവിടെ ഉഷക്കുഞ്ഞമ്മ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, എല്ലാം സെറ്റാണ് അവിടെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഉഷക്കുഞ്ഞമ്മ. ഞാൻ പറഞ്ഞില്ലേ, ശരിക്കും ഉഷക്കുഞ്ഞമ്മ ഇവരെല്ലാം വിളിക്കുന്ന, ദച്ചൂസ് വിളിക്കുന്ന താമര അമ്മൂമ്മ എന്ന. അതെന്താണെന്ന് വെച്ചാൽ എപ്പോൾ ചെന്നാലും ഒരു താമരപ്പൂ എടുത്ത് അവൻ്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. താമര അമ്മൂമ്മ എന്നാണ് അവൻ വിളിക്കുന്നത്. ഇനി മിക്കവാറും നിധി മോളും അങ്ങനെ ആയിരിക്കും വിളിക്കുന്നത്. അപ്പോൾ സമയം ഒരു 8:30, 8:45, അത് 9 മണിയാണ് കേട്ടോ. ആ ക്ലോക്കെ കണ്ടപ്പോഴാണ്, വോയിസ് ഓവർ തന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാനത് ശ്രദ്ധിച്ച്. അപ്പോൾ 9 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ നേരെ പോയി. എല്ലാവരും സെറ്റായിട്ടിരിക്കുകയാണ്. കുഞ്ഞിനെ ഉഷക്കുഞ്ഞമ്മ എടുത്ത് മടി വെച്ചുകൊണ്ടിരിക്കുക. ദച്ചൂസ് ഒരു താമരപ്പൂവൊക്കെ ആയിട്ട് അവളെ കളിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും റെഡിയായി നിൽക്കുക. ഇറങ്ങി വരണ്ടേ, തുലാഭാരം ചെയ്യാനുള്ള തിരുമേനി ഒക്കെ ഇറങ്ങി വരണം. അതിനുള്ള വെയിറ്റിങ്ങാണ്. കുഞ്ഞിച്ചിരി ഒരു ഇടം തിരിഞ്ഞൊക്കെ നിൽക്കുന്നുണ്ട് ചില നേരങ്ങൾ. അവളെ എടുത്തോണ്ട് നടന്ന ഒരു കുഴപ്പമില്ല, എവിടെയെങ്കിലും ഇരുന്നാൽ ഇച്ചിരി ഒരു ഇതാ. അങ്ങനെ തുലാഭാരമൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് നേദിച്ച പ്രസാദം പായസം കിട്ടി. അപ്പോൾ അമ്പലപ്പുഴയിൽ നമ്മുടെ ചോറൂണ് നടത്തിയപ്പോൾ സിന്ധു കുഞ്ഞമ്മയ്ക്കും ഒന്നും വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ദേവൂസ് ഇല്ലായിരുന്നു, അനിച്ചിറ്റപ്പനില്ലായിരുന്നു. അപ്പോൾ അവരൊക്കെ പായസം നുള്ളി കുഞ്ഞിൻ്റെ വായിൽ വെച്ച് കൊടുത്തു. അവർക്ക് ഇഷ്ടമാണ്, മധുരം ഇഷ്ടമാണെന്ന് തോന്നുന്നു. അതൊക്കെ ആര് കൊടുത്താലും ഇങ്ങനെ കഴിക്കുന്നുണ്ട്, മധുരം ഇഷ്ടമാണെന്ന് തോന്നുന്നു.
പിന്നെ നമ്മുടെ പട്ടാഴി അമ്പലത്തിലെ യക്ഷിയമ്മയുടെ നടയുണ്ട്. അവിടെ കരിവള വാങ്ങിച്ചു വെച്ചു. ഉഷക്കുഞ്ഞമ്മ പറഞ്ഞു അങ്ങനെ ചെയ്യാൻ പറഞ്ഞു, നല്ലതാണെന്ന് പറഞ്ഞു. അങ്ങനെ കരിവള അവിടെ വെച്ചു യക്ഷിയമ്മയുടെ നടയിൽ. അത് കഴിഞ്ഞ് ഏറ്റവും മെയിനായിട്ടുള്ള കാര്യമാണ് പട്ടാഴി ചെന്നാൽ, അമ്പലത്തിൽ ചെന്നാൽ ഈ കളത്തട്ടയിൽ കുഞ്ഞുങ്ങളെ എല്ലാം കിടത്തും. പണ്ട് ഇതുപോലെ അമ്മൂമ്മയൊക്കെ പറയുന്നതാ, എല്ലാവരും പറയും എന്നെ ഇതുപോലെ പട്ടാഴി അമ്പലത്തിൽ ചോറൂണ് കഴിഞ്ഞിട്ട്, ചോറൂണാണോ തുലാഭാരം കഴിഞ്ഞിട്ട് എന്നെ കളത്തട്ടിൽ കിടത്തിയിട്ടുണ്ടായിരുന്നില്ല എന്ന്. അപ്പോൾ ഞാൻ ഭയങ്കര കരച്ചിലായിരുന്നു വീട്ടിൽ ചെല്ലുന്നിടം വരെ. അങ്ങനെ തിരിച്ച് പിന്നെയും കൊണ്ടുപോയി കളത്തട്ടേ കിടത്തിയിട്ടാണ് മാറിയതെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അർദ്ധനാരീശ്വര ക്ഷേത്രത്തിലെത്തി ഞങ്ങൾ, ഇടമനക്കാവ് അർദ്ധനാരീശ്വര ക്ഷേത്രത്തിൽ ഞങ്ങൾ എത്തി. അപ്പൊ അവിടെയും തുലാഭാരം ഉണ്ട്. കുഞ്ഞിച്ചിരി ഒരു ഇതൊക്കെ ആയി, അവൾക്ക് ഉറക്കം വരുന്നുണ്ട്. രാവിലെ ഉണർത്തിയതല്ല, ഉണർന്ന് കുളിപ്പിച്ച് സെറ്റാക്കി കൊണ്ടുവന്നതല്ലേ. ഇപ്പൊ അടുത്തടുത്ത് എത്തിയപ്പോൾ ഒരു ഇതൊക്കെ ആയി, ഒരു വഴക്കും ഒക്കെ ആയി. പാവത്തിന് ഉറക്കം വരുന്നുണ്ട്, അതാ ഉറങ്ങുന്ന സമയമായി. അപ്പോൾ അവിടെയും തുലാഭാരമൊക്കെ കഴിഞ്ഞ് കുഞ്ഞ് നല്ല കരച്ചിലായി. അവൾക്ക് എത്രയും പെട്ടെന്നൊന്ന് പാല് കുടിച്ച് ഉറങ്ങിയാൽ മതി. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് വീട്ടിലെത്തി. കുഞ്ഞ് ലക്ഷ്മി നല്ല സുഖമായിട്ട് തൊട്ടിലേക്ക് കിടന്ന് ഉറങ്ങി കേട്ടോ. ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.